ഇന്ത്യയിൽ RSSന് ഏറ്റവും അധികം ശാഖകൾ ഉണ്ടായിരുന്നിട്ടും BJPക്ക് വളരാൻ കഴിയാതെ പോയത് ഇന്ത്യയിലെ കേരളത്തിന്റെ ഇടതുപക്ഷം വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി കൊണ്ടാണ്. എന്നാൽ അവസാനം BJP നിയമസഭയിലേക്ക് വന്നു. നിയമത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു കുഴപ്പം മൃദുഹിന്ദുത്വത്തിന്റേതാണ്. ഇപ്പോ പാലക്കാട് കണ്ടില്ലേ, മുസ്ലിം വിഭാഗ പ്രശ്നം കൈകാര്യം, ജമ്മു കാശ്മീർ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കുറച്ച് ആളുകളെ ഇല്ലാതാക്കിയാൽ മതി എന്ന് പറഞ്ഞ ആളെ നേരെ സ്വീകരിച്ചില്ലേ കോൺഗ്രസിലേക്ക്. അപ്പൊ ചിലര് പറയും, അല്ല നിങ്ങളും വന്നാൽ സ്വീകരിക്കുമായിരുന്നില്ലേ, നിങ്ങൾക്ക് വരാതിരുന്നപ്പോഴല്ലേ ഇങ്ങനെ വന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ. ആ നിലപാട് നിങ്ങൾ ഹിന്ദുത്വ നിലപാടിനകത്താണോ? നിങ്ങൾ മുസ്ലിം വിരുദ്ധത തള്ളിക്കളയാൻ തയ്യാറാണോ? നിങ്ങൾ മതനിരപേക്ഷത അംഗീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ജനാധിപത്യ പുരോഗമന രാഷ്ട്രീയ സംവിധാനം സ്വീകരിക്കാൻ തയ്യാറാണോ? ഈ നിലപാട് വ്യക്തമാക്കണം. ആ നിലപാട് വ്യക്തമാക്കി ഭൂതകാലത്തെ തള്ളിപ്പറഞ്ഞ് ആര് വന്നാലും അവരുമായി ചർച്ച ചെയ്യും. എന്നാൽ നിലപാട് മാറ്റാൻ നേരത്തെയുള്ള വർഗീയ നിലപാട് തള്ളിക്കളയാൻ തയ്യാറായില്ല. നേരെ കോൺഗ്രസിലേക്ക് പോയി. അവിടെ പിന്നെ കുഴപ്പമില്ല, ഈ നിലപാട് എടുത്താലും കോൺഗ്രസിന് ഇടമുണ്ട്. എന്താ ഈ സന്ദീപ് വാര്യർ വയനാട് തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലേക്ക് പോകാതിരുന്നതെന്ന പ്രസക്തമായ ചോദ്യം മുരളീധരൻ ചോദിച്ചില്ല. കാരണം അഖിലേന്ത്യാ തലത്തിൽ മോഡിയ നേതാവ് അദ്ദേഹത്തിൻ്റെത്. പാർലമെന്റിലേക്കാണ് വയനാട് തെരഞ്ഞെടുപ്പ്. മോദി സർക്കാരിനെതിരെയുള്ള ആൾക്ക് വേണ്ടി അവിടെ പ്രസംഗിക്കാൻ പോകുന്നതിന് മോഡിയെ ഇപ്പോഴും നേതാവായി കരുതുന്ന ഈ RSSകാരൻ തയ്യാറല്ല. അഖിലേന്ത്യാ തലത്തിൽ മോഡി നേതാവ്, കേരളത്തിൽ സുധാകരൻ നേതാവ്. ഒരു കുഴപ്പമില്ല. BJPക്കും കുഴപ്പമില്ല. കാരണം BJP നോക്കുമ്പോൾ കേരളത്തിൽ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും സുരേന്ദ്രൻ നയിക്കുന്ന BJP ആണെങ്കിലും അഖിലേന്ത്യാ BJPയുടെ A ടീമും B ടീമുമാണ്. അവരേതിലും നിന്നാലും BJPക്കും തർക്കമില്ല. കോൺഗ്രസിന് ഇപ്പോൾ ഒരു സൗകര്യമായി. ഇപ്പോഴത്തെ പ്രസിഡന്റ് RSS ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ്. ഇനി അദ്ദേഹം എങ്ങാനും മാറണമെങ്കിൽ ശാഖ നയിച്ച സ്വയം സേവകനെ തന്നെ പ്രസിഡന്റ് ആക്കാൻ ഇപ്പം ചെയ്തു. ആണ് കോൺഗ്രസിന് സന്തോഷം. മറ്റാള് ശാഖയ്ക്ക് കാവൽ നിന്ന ആളാ സുധാകരൻ. ഇദ്ദേഹം ശാഖ നടത്തുന്നത് മുസ്ലിം വിരുദ്ധതയുടെ എല്ലാത്തിന്റെയും ഏറ്റവും കടുത്ത തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രതീകം. കോൺഗ്രസിന്റെ നിലപാട് ഇതിനകത്ത് മാത്രമാണോ? ഇന്നലെ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ചില ചരിത്ര സത്യങ്ങൾ പറഞ്ഞു. അവ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. BJPയെ തോൽപ്പിക്കുന്നതിൽ BJPക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് പല ഘട്ടങ്ങളിലും തയ്യാറായില്ല എന്നത് ഈ നാടറിയേണ്ടതുണ്ട്. എന്താ MLA സഖാവ് പിണറായി പറഞ്ഞത്? ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നിശബ്ദമായി അവസരമൊരുക്കിയത് കോൺഗ്രസ്. ആ മരസിംഹറാവു മന്ത്രിസഭയുടെ ഭാഗം മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കുറ്റകരമായ നിശബ്ദത പാലിച്ച് മന്ത്രിസഭയിൽ തുടർന്നു. ചരിത്രത്തിന്റെ ഭാഗം അവിടെ കൊണ്ട് നിൽക്കുമ്പോഴല്ല. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന ഘട്ടത്തിൽ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഇത് പൂട്ടി താക്കോൽ സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം. നാളാരും ഇത് തകർക്കാൻ മതത്തിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി വരാൻ പാടില്ല. വലിച്ചെറിയണം സരയൂ നദിയിലേക്ക്. അത് തുറന്നു കൊടുത്തു കോൺഗ്രസ്. അവിടെ തന്നെ ശിലാന്യാസം നടത്താൻ അനുമതി നൽകി കോൺഗ്രസ്. നേരത്തെ നിശ്ചയിച്ച പരിപാടിയിൽ മാറ്റം വരുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അയോധ്യ തെരഞ്ഞെടുത്തു രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗം എഴുത്തുകാരൻ മണിശങ്കരയിൽ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്ത പ്രസംഗം മാറ്റിവെച്ചു. അവിടെ വെച്ച് രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം രാമരാജ്യം. BJPയേക്കാൾ മുൻപ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി രാമരാജ്യം മുന്നോട്ട് വെച്ചു രാജീവ് ഗാന്ധി. ഇതാ വീണ്ടും അയോധ്യ രാമജന്മഭൂമി പ്രശ്നം വീണ്ടും സജീവതയിലേക്ക് രാഷ്ട്രീയ പ്രശ്നമായി കൊണ്ടുവന്നത്. VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ചിലർ പറയും, നിങ്ങളും അവരും പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ടല്ലേ 2 സീറ്റ് ഉണ്ടായിരുന്ന BJP വലിയ പാർട്ടിയായത്. എപ്പോഴും പറയുന്ന കഥയാണല്ലോ. ചിലരറിയാതെ വിശ്വസിക്കുകയും ചെയ്യും. പുറത്തു നിന്ന് പിന്തുണയ്ക്കും. എത്ര സീറ്റ് ഉണ്ട് BJPക്ക്? 85, 2 അല്ല. പുറത്തു നിന്ന് 2 കൂട്ടരും പിന്തുണച്ചതിന്റെ ഭാഗമായി വന്നതല്ല. പിന്തുണയ്ക്കുമ്പോ തന്നെ 85 സീറ്റ് ഉണ്ട്. 85 സീറ്റുള്ള BJP VP സിംഗിന്റെ മന്ത്രിസഭയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങൾ കൂടി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചു. BJP ഉള്ള മന്ത്രിസഭയ്ക്ക് ഞങ്ങൾ പിന്തുണ നൽകില്ല. അങ്ങനെ BJP പുറത്തു നിന്ന് പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. 85 സീറ്റ് അന്ന് BJPക്ക്. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിലെ 2 കഴിഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ അവർ മത്സരിച്ചിട്ട് 85 കിട്ടിയപ്പോഴാണ് പുറത്തുനിന്ന് പിന്തുണച്ചത്. അപ്പൊ 2ൽ നിന്നല്ല BJPയുടെ ചരിത്രം തുടങ്ങുന്നത്.
1952 ഇന്ത്യയിൽ ആദ്യത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഹിന്ദു മഹാസഭയും അതേപോലെ തന്നെ രാമസംഘവും എല്ലാം ചേരുന്ന ഹിന്ദുത്വ ഗ്രൂപ്പിന് ഇന്ത്യയുടെ പാർലമെന്റിൽ 10 സീറ്റുണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആ ഹിന്ദുത്വ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. 1965 ജനസംഘത്തിന് ഒറ്റയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിൽ 35 സീറ്റുണ്ട് ഒറ്റയ്ക്ക്. പിന്നീട് ജനതാ പാർട്ടി ലയിച്ചു, പുറത്തേക്ക് വന്നു, അപ്പൊ 2 സീറ്റ്. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 85 സീറ്റ്. അവരും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു, നമ്മളും പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. ബാബരി പള്ളി തകർക്കാൻ രഥയാത്ര അദ്വാനി നയിക്കുന്നു. ആ രഥയാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ BJPയുമായി ഒരിക്കലും മുന്നണി ഉണ്ടാക്കാത്ത ഒരേയൊരു പ്രതിപക്ഷ പാർട്ടിയേയുള്ളൂ. അത് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ്. ലാലു പ്രസാദ് യാദവ് ഒരിക്കലും BJPയുമായി ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടില്ല. ലാലു പ്രസാദ് യാദവ് ബീഹാറിന്റെ മുഖ്യമന്ത്രി. രഥയാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നു. VP സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞു, നിങ്ങൾ രഥയാത്ര തടയണം, അല്ലെങ്കിൽ ബാബരി പള്ളി തകർക്കപ്പെടും. അത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കനത്താഘാതമായിരിക്കും. ജനാധിപത്യം തന്നെ നിലനിൽക്കുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ലാലു പ്രസാദ് യാദവ് അദ്വാനി അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. BJP പുറത്തു നിന്ന് പിന്തുണ പിൻവലിച്ചു. VP സിംഗ് ന്യൂനപക്ഷമായി. ഇന്ത്യൻ പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പ്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി വർഗീയതയ്ക്കൊപ്പമാണോ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ വിശ്വാസ വോട്ടെടുപ്പ്. ഇന്ത്യൻ പാർലമെന്റ് കേട്ട ഏറ്റവും ഉജ്ജ്വലമായ കാവ്യാത്മകമായ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയുള്ള പ്രസംഗത്തിൽ VP സിംഗ് കോൺഗ്രസിന്റെ നേതാവ് രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി. എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായത് ഞാൻ എടുത്ത നിലപാടിന്റെ ഭാഗമായി കൊണ്ടാണ്. എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായത് ബാബറി മസ്ജിദ് തകർക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് തർക്കമുണ്ടാകാം. ആ തർക്കം നമുക്ക് വേണമെങ്കിൽ പ്രത്യേകം ചർച്ച ചെയ്യാം. ഞങ്ങളുടെ ഭരണത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം. നമുക്ക് വേണമെങ്കിൽ പാർലമെന്റ് തന്നെ 1-2 ദിവസം ഞങ്ങളുടെ ഭരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ ചോദ്യം ഒന്നേയുള്ളൂ, നിങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ വർഗീയതയ്ക്കൊപ്പമാണോ? നിങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പമാണെങ്കിൽ ഈ ഗവൺമെന്റ് തുടരണം. നിങ്ങൾ വർഗീയതയ്ക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തോളൂ. എനിക്ക് എന്റെ അധികാര കസേരയില വലുത് ഈ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ്, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. VP സിംഗ് എവിടെ നിന്ന് കോൺഗ്രസ് BJPയോടൊപ്പം വോട്ട് ചെയ്തു. ബാബറി പള്ളി തകർക്കാതിരിക്കാൻ വേണ്ടി രഥയാത്രയെ തടഞ്ഞതിന്റെ പേരിൽ മാത്രം ന്യൂനപക്ഷമായി മാറിയ VP സിംഗ് ഗവൺമെന്റിനെ താഴെയിറക്കാൻ BJPയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതാണ് BJPയുടെ വളർച്ചയ്ക്ക് പരിസരമൊരുക്കിയത്. 85 സീറ്റ് ഉണ്ടായിരുന്ന BJPയെ പുറത്തു നിർത്തി പിന്തുണ നൽകിയ സാഹചര്യമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ചയ്ക്കുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കിയത്. കോൺഗ്രസിനോട് ചേർന്ന് BJP വോട്ട് ചെയ്ത് BJPയും കോൺഗ്രസും ഒരേ മനസ്സോടെ വോട്ട് ചെയ്ത് VP സിംഗിനെ താഴെ ഇറക്കിയതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ചയ്ക്കുള്ള ആദ്യത്തെ ശക്തമായ പരിസരമൊരുക്കിയത്. 1992 ഡിസംബർ 6 ഈ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ദിനം. ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായി ഉയർന്നു നിന്ന ബാബറി മസ്ജിദിന്റെ മിന്നാരങ്ങൾ ഒന്നിനു പുറകൊന്നായി തകർത്ത് തരിപ്പണമാക്കി സംഘപരിവാരം താണ്ഡവ നൃത്തമാടിയ ദിനം. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ നരസിംഹറാവു. തൊട്ടു മുൻപുള്ള ദിവസം ഇന്ത്യയുടെ ദേശീയോപര കൗൺസിൽ ചേർന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഏറ്റവും ത്യാഗനിർഭരമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹം ദേശീയോപര കൗൺസിൽ പറഞ്ഞു, സംസ്ഥാന സർക്കാരുകൾ പിരിച്ചുവിടുന്നതിന് ഞങ്ങൾ എതിരാണ് തത്വത്തിൽ. 1959 നിങ്ങൾ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു, ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഭരണഘടനയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ രാജ്യം തന്നെ തുടരണമോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് UPയിൽ ഞങ്ങളുടെ ഈ നിലപാടും നേരത്തെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം. ഗവൺമെന്റിന് പിരിച്ചുവിടണമെങ്കിൽ പിരിച്ചുവിടാം. ഞങ്ങളിതാ ബ്ലാങ്ക് ചെക്ക് നൽകുന്നു. ദേശീയോപര കൗൺസിൽ സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നിർദ്ദേശത്തിനൊപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു നരസിംഹറാവുവിനും കേന്ദ്ര ഗവൺമെന്റിനും. ഏതറ്റം വരെയും പോകാം.
ഒരൊറ്റ നിബന്ധന മാത്രം, ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെടണം, തകർക്കപ്പെടാൻ പാടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന്, ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഒരു ഉത്തരവ് കാത്ത് പട്ടാളം ബാരക്കുകൾക്കകത്തിരുന്നു. ആ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ആ ഘട്ടത്തിലും കോൺഗ്രസിനെ തള്ളി പറഞ്ഞില്ല. ബാബറി മസ്ജിദിന്റെ തകർച്ച BJPയുടെ വളർച്ചയുടെ ഗതിവേഗം വർദ്ധിപ്പിച്ചു, രാജ്യത്തെ ധ്രുവീകരണത്തിലേക്ക് എത്തിച്ചു, മതനിരപേക്ഷത ദുർബലമാക്കാൻ തുടങ്ങി, മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം ശക്തിപ്പെട്ടു. BJPയെ ഇന്ത്യയിൽ വളർത്തിയത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനൊപ്പം നിന്നത് മുസ്ലിം ലീഗ്. ഇന്നലെ സഖാവ് പിണറായി ചരിത്ര സത്യം പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞു, പാണക്കാട് ഇപ്പോഴത്തെ ലീഗിന്റെ പ്രസിഡന്റ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ തങ്ങളെ വിമർശിക്കാൻ പാടും. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെയും പ്രസിഡന്റിന്റെ നിലപാടിനെയും ശക്തമായി വിമർശിക്കും. അപ്പൊ പള്ളിയുടെ ഗാസ്തിയാണോ, സാമുദായ മേധാവാണോ? അതിന്റെ പവിത്രത നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് മാറണം. ലീഗ് സാമുദായിക സംഘടനയാണോ, രാഷ്ട്രീയ പാർട്ടിയാണോ? രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ നിലപാടുകൾ, സമുദായം സമുദായത്തിന്റെ താല്പര്യങ്ങൾ. നിങ്ങൾ സമുദായ സംഘടനയാണോ, രാഷ്ട്രീയ പാർട്ടിയാണോ? നിങ്ങൾ സമുദായ സംഘടനയുമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്ട്രേഷനിലാകും. രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ വിമർശിക്കുന്നത് സമുദായത്തെ വിമർശിക്കലല്ല. മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ അട്ടിപ്പേറവകാശമുള്ള പാർട്ടിയുമല്ല. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരല്ല, മുസ്ലിം സമുദായത്തവരെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിനെതിരാണ്. പ്രസക്തമായ ചോദ്യം സഖാവ് പിണറായി ചോദിച്ചു, ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഈ സാമുദായിക പ്രേമം പറയുന്ന ആളുകൾ എവിടെയായിരുന്നു? നിങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായി എങ്ങനെ തുടരുന്നു? ഇപ്പൊ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തിന് വ്യത്യസ്ത എന്ത്? നേരത്തെ ലീഗിന്റെ നേതൃത്വം മതരാഷ്ട്രത്തിനെതിരായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ബംഗ്ലാദേശ് കണ്ടില്ലേ? ഇപ്പൊ രാഷ്ട്രീയമായ മാറ്റം വന്നപ്പോഴേക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ തനി രൂപത്തിലേക്ക് വന്നില്ലേ? മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ചരിത്രം കണ്ടില്ലേ? വലിയ ജനാധിപത്യ മുന്നേറ്റം വന്നു. അത് വിജയിക്കുന്ന ഘട്ടത്തിൽ വന്നപ്പോ നേരെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം കണ്ടു. ഇവിടെ മതനിരപേക്ഷ ജനാധിപത്യം എല്ലാവരും ഐക്യം പറയും, പക്ഷെ ഇസ്ലാമിക രാഷ്ട്രമാണ്, ഞങ്ങൾ അതിനെതിരാണ്, ഞങ്ങൾ ഹിന്ദുത്വക്കെതിരാണ്. നേരത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും തീവ്ര ഇസ്ലാമിക രാഷ്ട്ര നിലപാടുകളെ തുറന്നെതിർത്തിരുന്നു. അബ്ബാസ് പിണറായി ചൂണ്ടിക്കാട്ടിയത് ഇവിടെ രാഷ്ട്രീയമായി BJPയെ ശക്തിപ്പെടുത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു, BJP പരോക്ഷമായി സ്വീകരിക്കുന്നു. ഇത് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിന് ശേഷം നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പ് നോക്കൂ, ജമ്മു കാശ്മീർ നോക്കൂ. ഹരിയാനയിൽ ജനങ്ങളാകെ BJP സർക്കാർ മാറണമെന്ന് ആഗ്രഹിച്ചു. അവിടെ SP ഉണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്, ദുർബലമായ സ്ഥലങ്ങളിലേക്ക് ഇടതുപക്ഷമുണ്ട്. എല്ലാവരും യോജിപ്പോടുകൂടി നിർത്താൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒറ്റയ്ക്ക് ധാർഷ്ട്യത്തോടുകൂടി മത്സരിച്ചു. ജനങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തതാണെങ്കിൽ പോലും BJP വീണ്ടും അധികാരത്തിലേക്ക് വന്ന് മൂന്നാം വട്ടം. ഹരിയാന, ജമ്മു കാശ്മീരിനകത്ത് ജമ്മു മേഖലയാണ് കോൺഗ്രസിന്റെ സ്വാധീന മേഖല. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വാദം വരെ മുറുകെ പിടിച്ച് പരമാവധി സീറ്റ് വാങ്ങി 29 സീറ്റ് മത്സരിച്ചു. ഒറ്റ സീറ്റാണ് ജമ്മു മേഖലയിൽ നിന്ന് കിട്ടിയത്. ജമ്മു കാശ്മീരിൽ ആകെ 6 സീറ്റ്. 17% നിന്ന് 12% കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. നാഷണൽ കോൺഫറൻസിന്റെ കരുത്തിൽ, മറ്റു പാർട്ടികളുടെ കരുത്തിൽ മാത്രം BJP പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കോൺഗ്രസ് കുറച്ചെങ്കിലും ജനങ്ങളുടെ വിശ്വാസം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ BJP ജമ്മു കാശ്മീരിന്റെ ചിത്രത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയോ, തരിഗാമി, മുഹമ്മദ് യൂസഫ് തരിഗാമി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, എക്കാലത്തും ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചയാണ്. ഭീകരവാദികൾ വെടിയുണ്ടയേറ്റ് തന്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മരണമടയുമെന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നയാൾ തരിഗാമി. ജീവന് എപ്പോഴും ഭീഷണിയായിക്കൊണ്ട് ഭീകരവാദികൾ വില പറയുമ്പോഴും തന്റെ നിലപാടിൽ കടുവയുടെ വ്യത്യാസമില്ലാതെ, വെള്ളം ചേർക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ തരിഗാമി മത്സരിക്കുന്നു. ഒറ്റ സീറ്റിലെ CPI മത്സരിച്ചുള്ളൂ. കാശ്മീരിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിത പാർട്ടിയാണ്, അവർക്ക് അംഗീകാരമില്ല. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കാൻ തീരുമാനിച്ച സീറ്റ് തരിഗാമിയുടെ സീറ്റാണ്. തരിഗാമിയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിലാക്കിയത്. എനിക്ക് എന്റെ സഖാവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത സഖാവ് സീതാറാം യെച്ചൂരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, നേരെ വിമാനം കയറി എനിക്ക് തരിഗാമിയെ കാണണം.
കാശ്മീരിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ഗുലാം നബി ആസാദ് ഡൽഹിയിലെ വീട്ടിലിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു നേതാക്കന്മാര് കാശ്മീരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആദ്യത്തെ വിമാനത്തിൽ യെച്ചൂരി കാശ്മീരിലേക്ക് വിമാനമിറങ്ങി, പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. വിമാനത്തിനകത്ത് തന്നെ ഇരുത്തി സീതാറാമിനെ തിരിച്ച് ഡൽഹിയിലേക്ക് അയച്ചു. സീതാറാം യെച്ചൂരി നേരെ സുപ്രീം കോടതിയിലേക്ക്, എനിക്ക് എന്റെ സഖാവിനെ കാണണം. അതാണ് യൂസഫ് തരിഗാമി. ആ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി നിരോധിത പാർട്ടി കാശ്മീരിൽ, അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എല്ലാവിധ സംരക്ഷണവും ബി ജെ പിക്ക് ജമാഅത്ത് ഇസ്ലാമി ജയിച്ചാലും കുഴപ്പമില്ല, തരിഗാമി തോക്കണം. പക്ഷെ ജനങ്ങൾ തരിഗാമിയെ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ശക്തികളെയും പരാജയപ്പെടുത്തി അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തു. ഒരു സീറ്റിൽ CPI മത്സരിച്ചു, ഒരു സീറ്റിൽ തന്നെ വിജയിച്ചു. എവിടെ നിന്നു കോൺഗ്രസ്, എവിടെ നിന്നു ജമാഅത്ത് ഇസ്ലാമി? ഹരിയാന, കാശ്മീർ, ഇനിയിപ്പോ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് മടക്കുകയാണ്. പിന്നെ അവിടെ ഒരു ആശ്വാസം, കോൺഗ്രസ് അല്ല ഒന്നാമത്തെ പാർട്ടി. അവിടെ JMM, ഇപ്പുറത്ത് NCP, ശിവസേനയുടെ വിഭാഗം, അവരാണ് നയിക്കുന്നത് എന്നുകൊണ്ട് നല്ല രീതിയിൽ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. കോൺഗ്രസിന് വിശ്വാസ്യതയുള്ള പാർട്ടിയല്ല ഇന്ന്. മുസ്ലിം ലീഗും ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പ്രചാരവേല, CPIM-ഉം BJP-യും തമ്മിലാണ് ഒരു അന്തർധാര. ഇവിടെ എറണാകുളം ജില്ലയിൽ സരോജിനി എന്ന് പറയുന്ന രക്തസാക്ഷിയുണ്ട്. കേരളത്തിനകത്ത് നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ RSSന്റെ വളർച്ചയ്ക്കും BJP രാഷ്ട്രീയത്തിനും എതിരെ നിലപാട് സ്വീകരിച്ചതിന് പേരിൽ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികൾ. കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം RSSന് ശാഖകളുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ RSSന് ഏറ്റവും അധികം ശാഖകൾ ഉണ്ടായിരുന്നിട്ടും BJPക്ക് വളരാൻ കഴിയാതെ പോയത് ഇന്ത്യയിലെ കേരളത്തിന്റെ ഇടതുപക്ഷം, വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി കൊണ്ടാണ്. എന്നാൽ അവസാനം BJP നിയമസഭയിലേക്ക് വന്നു. നേമത്തുമിന്ന് BJP തെരഞ്ഞെടുക്കുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കുത്തനെ ഇടിഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് പോയി. BJP ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു. അന്ന് പാർട്ടിയുടെ നേതൃത്വം, ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചു, ആ അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കും. എല്ലാ രീതിയിലും ഇടതുപക്ഷം കേന്ദ്രീകരിച്ചു. നേമത്ത് അക്കൗണ്ട് തുറന്ന BJPയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാനാർത്ഥി അവിടെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് ഒരു സഹവശവും കൂട്ടി. ഇടതുപക്ഷം BJP പരാജയപ്പെടുത്തി. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിലേക്ക് BJP തൃശ്ശൂരിൽ നിന്ന് വന്നു. ഒരു പുകമറ, തൃശ്ശൂരിൽ BJP ജയിച്ചത് ഇടതുപക്ഷ സഹായം. 86,000-ത്തിലധികം വോട്ടുകൾ കോൺഗ്രസിന് കുത്തനെ കുറഞ്ഞു. മിക്കവാറും എല്ലായിടത്തും ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞ ലോക്സഭയിൽ. പക്ഷെ ഇവിടെ 19,000 വോട്ട് ഇടതുപക്ഷത്തിന് കൂടുതലാണ്. തൃശ്ശൂര് കൂടുതലാണ്. BJPയിലേക്ക് കോൺഗ്രസിന്റെ വോട്ട് നേരെ പോയി. വടകരയിൽ നിന്നൊരു സ്ഥാനാർത്ഥി അവിടുത്തെ സിറ്റിംഗ് MP തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. ധാരണയുടെ ഭാഗമായി അദ്ദേഹം തന്നെ പറഞ്ഞു, സ്റ്റിയറിംഗും ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാത്ത വണ്ടിയിലാണ് എന്നെ കയറ്റി വിട്ടത് എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞു. തോൽവിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു റിപ്പോർട്ട് കമ്മിറ്റിയെ വെച്ചു. എന്താണ് റിപ്പോർട്ട് എന്നൊരു പുറത്തേക്ക് വന്നില്ല. കോൺഗ്രസ് BJPയെ വിജയിപ്പിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു പ്രതിനിധിയെ ലഭിച്ചത് നേമത്തുമെന്ന് കേരള നിയമസഭയിലേക്ക് BJP പ്രതിനിധിയെ ലഭിച്ചതുപോലെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ്. അതാണ് കോൺഗ്രസ്. ഇപ്പൊ പാലക്കാട് എങ്ങനെ തെരഞ്ഞെടുപ്പ് വന്ന് ഇപ്പൊ SDPI നോട്ടീസ്, പാലക്കാട് BJP ജയിക്കരുത്, ഈ സാഹചര്യം ഒഴിവാക്കണം. പാലക്കാട് എങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു? പാലക്കാടുള്ള നിസാര വോട്ടിന് BJP പരാജയപ്പെട്ട അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള MLA ഒരു സിറ്റിംഗ് MPയെ മാറ്റി വടകരയിലേക്ക് കൊണ്ടുപോകുമ്പോ BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന മനോഭാവമല്ലേ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഇവിടെ ACCയുടെ സംഘടനാ സെക്രട്ടറി വന്ന് മത്സരിച്ചില്ലേ? അദ്ദേഹം രാജ്യസഭാ സീറ്റ് രാജിവെച്ചു. രാജ്യസഭാ സീറ്റ് രാജിവെച്ചപ്പോ രാജസ്ഥാനിൽ നിന്നോ, കാരണം രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ജയിക്കുകയുള്ളൂ എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും രാജ്യസഭാ സീറ്റ് പോയാലും കുഴപ്പമില്ല, ലോകസഭയിലേക്ക് വരണം, BJPക്ക് ഒരു സീറ്റ് അവിടെ കിട്ടാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ മത്സരിച്ചു. ആരാ BJPക്കൊപ്പം നിൽക്കുന്നത്? തെറ്റായ പ്രചാരവേലകൾ ഇറക്കിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മതനിരപേക്ഷവാദികൾക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഒരു വശത്ത് കോൺഗ്രസ്, മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI, മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം.
ഈ നുണപ്രചാര വേലകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാർട്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇടതുപക്ഷം നയിക്കുന്ന ഏക ഗവൺമെന്റ് ആണ്. ഈ ഗവൺമെന്റ് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിൽ കോൺഗ്രസിനും BJPക്കും ഒരേ നിലപാടാണ്. നമ്മളിപ്പോ ഇവിടെ 100 രൂപ ചെലവഴിക്കണമെങ്കിൽ നേരത്തെ 52 രൂപ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. 48 റുപ്യ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതമായി തിരിച്ചിങ്ങോട്ട് വരും. ഇപ്പൊ നമ്മുടെ വിഹിതം 78 കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല. 78% ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിട്ടും കേന്ദ്രം വിഹിതം നൽകുന്നില്ല. 1 രൂപ പിരിച്ചു കൊണ്ടുപോയാൽ കഷ്ടി 17, 28 പൈസ കേരളത്തിലേക്ക് കിട്ടുന്നു. പല ഘടകങ്ങളായി. നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊള്ളാം, ഇനി പൈസ വേണ്ട. നിങ്ങൾക്ക് ആരോഗ്യം നല്ല നിലവാരമുണ്ട്, പൈസ വേണ്ട. ജനസംഖ്യ നിയന്ത്രിച്ചു, ഇനി നിങ്ങൾക്ക് പൈസ വേണ്ട. നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് ഇവർ ഉപയോഗിക്കുന്നു, പണം നൽകുന്നില്ല. ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി, ഭർത്താവിന്റെ ശമ്പളം ഒറ്റയടിക്ക് 4-1 കുറഞ്ഞു. എന്ത് ചെയ്യും? അപ്പോ കല്യാണത്തിന് ബോംബെ പോവാന്ന് ടിക്കറ്റ് ക്യാൻസലാക്കും, അല്ലെങ്കിൽ ഒരു സാരി വാങ്ങിക്കാം എന്ന് വെച്ചത് പതുക്കെ ആകാന്ന് കരുതും. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുക്കും. അപ്പോഴെ പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നു, എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുട്ടിക്ക് ഫീസ് അടയ്ക്കണം, കടം വാങ്ങിക്കും. കടം വാങ്ങിക്കാനും അനുവദിക്കുന്നില്ല. നിങ്ങളുടെ കടപരിധി അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ കിഫ്ബിക്ക് വേണ്ടി നേരത്തെ വാങ്ങിയ കടവും ഇപ്പോഴത്തെ കടത്തിന്റെ പരിധി കൂട്ടാണ്. നിങ്ങൾക്ക് 100 രൂപ കട എടുക്കാനും സമ്മതം. അപ്പൊ നമ്മൾ 100 രൂപ എടുക്കാൻ പോകുമ്പോൾ പറയാണ്, അല്ല കിഫ്ബിക്ക് വേണ്ടി നിങ്ങൾ 400 രൂപ എടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് 3 വർഷം എടുക്കാനേ പറ്റില്ല. ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത്. ആ ശ്വാസം മുട്ടിക്കുമ്പോ കേരളത്തിനെതിരെയുള്ള ഈ ഭരണഘടനാ വിരുദ്ധമായ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ, MLA മാർ, പാർലമെന്റ് അംഗങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ചരിത്ര സംഭവമാണ്. കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ MLA മാർ, ലീഗിന്റെ MLA മാർ BJP കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കാളിത്തം വഹിച്ചില്ല. പരമാവധി ഞെരുക്കട്ടെ എന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിനെതിരെയുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ BJPയുടെ ഏറ്റവും തെറ്റായ സമീപനത്തിൽ എതിർക്കുന്നതിൽ ഒരു ചെറിയ മർമ്മരം പോലും കോൺഗ്രസ് പുറപ്പെടുവിക്കുന്നില്ല. BJPക്കൊപ്പം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. ഈ ഞെരുക്കം വന്നപ്പോ നമുക്ക് ചിലതൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നു. എങ്കിലും നിങ്ങൾ കേരളത്തെ നോക്കൂ. ഇപ്പോ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾ മരിച്ചിട്ടില്ല. കോവിഡ് കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ ഒരാള് പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല. മരണം ഉണ്ടായിട്ടുണ്ട്. ഒരാള് പോലും വെന്റിലേറ്റർ ഇല്ലാതെ മരിച്ചിട്ടില്ല. ഒരാള് പോലും ICU ബെഡില്ലാതെ മരിച്ചിട്ടില്ല. ഈ സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. ഇപ്പോ മെഡിക്കൽ കോളേജിൽ കരള് വരെ മാറ്റിവെക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കിക്കോളൂ. എയിംസ് എന്ന് പറയുന്ന കേന്ദ്ര സ്ഥാപനം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ, സംസ്ഥാന മെഡിക്കൽ കോളേജിൽ കരട് മാറ്റിവെക്കലോ കിഡ്നി മാറ്റിവെക്കലോ സൗകര്യം ഉണ്ടോ? കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് മാത്രമല്ല, അവയവ മാറ്റത്തിന് വേണ്ടി മാത്രം നമ്മൾ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് അടിവാടുന്ന് ആർക്കെങ്കിലും കരട് മാറ്റിവെക്കാൻ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി പോയാൽ 50 ലക്ഷം 60 എവിടെന്നാ ചിലർ ആധാരമായിട്ടാണ് പോണത്. അപ്പൊ സൗജന്യമായോ സൗജന്യ നിരക്കിലോ നിങ്ങൾക്ക് അവയവം മാറ്റിവെക്കാൻ ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി കോഴിക്കോട് സംവിധാനം വരികയാണ്. RCC തിരുവനന്തപുരത്ത്, കൊച്ചി ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ, ഒരു സംസ്ഥാനത്ത് 3 ക്യാൻസർ സെന്ററുകൾ. എല്ലാ മേഖലയിലും നേട്ടങ്ങളിലേക്ക് പോകുമില്ല. വിദ്യാഭ്യാസ മേഖല നോക്കിക്കോളൂ. എല്ലാ വിദ്യാലയങ്ങളും ഇപ്പോ കോതമംഗലത്ത് തന്നെ ഞാൻ തന്നെ 2-3 ദേപ്പുറത്ത് നേരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ 3 കോടിയാണ്. 3 കോടി. ഒരു സംസ്ഥാനത്ത് 3 കോടി മൊത്തം സ്കൂളിന് കൊടുക്കുന്നില്ല പലയിടങ്ങളിൽ. 3 കോടി. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഏറ്റവും ആധുനിക സൗകര്യങ്ങളാണ്. ഞാൻ പിന്നെ എന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് ട്രാൻസ്ഫോർമേറ്റീവ് ടെലിവിഷനാ. എഴുതി വയ്ക്കാൻ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ. ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞു, പുള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് കയറാൻ പറ്റുന്നത്. കുട്ടികൾ ലിഫ്റ്റിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് താഴോട്ട് ഗവൺമെന്റ് സ്കൂളിൽ. പാമ്പ് കടിച്ച് കുട്ടി മരിച്ച സ്കൂളിൽ ഇപ്പൊ പോയി നോക്കണം. അയ്യങ്കാളി പഞ്ചമയെ പിടിച്ചുകൊണ്ടുപോയ തിരുവനന്തപുരത്ത് സ്കൂൾ നോക്കണം. അട്ടക്കുളങ്ങരയിൽ എന്തെല്ലാം മാറ്റം വന്നു കേരളത്തിൽ. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം. ഇപ്പോ നമ്മുടെ ഷാജി പറഞ്ഞില്ലേ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും വ്യവസായത്തിൽ കേരളം ഒന്നാമതാകും. സൗഹൃദത്തിൽ, വ്യവസായത്തിൽ ഇനിയും കയറാനുണ്ട്. സൗഹൃദ അന്തരീക്ഷത്തിൽ ഒന്നാമതാകുമെന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ പോലും കരുതി. ഇത്തവണ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടു. ചെറിയ കാര്യമല്ല. ഇന്ന് രാവിലെ ഞാൻ 9 മണിക്ക് കാക്കനാട് ലുലു ടവറിൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ
ഓയിൽ ഗ്യാസിന്റെ ഒന്നാമത്തെ കമ്പനിയാണ് NOV. 150 കൊല്ലത്തെ പഴക്കം. ഇന്ത്യയിൽ ആദ്യത്തെ സെന്റർ പ്രൊഡക്ഷൻ വേറെ അവർ 2 സ്ഥലത്തുണ്ട്. ആദ്യത്തെ GCC സെന്റർ കേരളത്തിൽ. IBM ഇപ്പോ 3000 പേരെടുത്ത് 5000 പേരെടുക്കാൻ പോകണം. HCL ലോകത്തിൽ ഒന്നാമത്തെ എഞ്ചിനീയറിംഗ് കമ്പനി, എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനി, ഒന്നാമത്തെ കമ്പനിയാണ്. അവിടെ ഏറ്റവും നല്ല മികച്ച ആൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടെ ഒരു വർഷത്തിൽ കാശുള്ളൂ. 70 ഇപ്പൊ 150 പേരെടുത്ത്. എല്ലാവർക്കും ഈ കാശില്ല, ഏറ്റവും മികച്ച ആൾക്കാണ്. ഇനി 500ലേക്ക് എത്താൻ പോവാണ്. ഒരു ദിവസം ഞാൻ ഉദ്ഘാടനം ചെയ്ത കമ്പനി 100 ദിവസം കൊണ്ട് 1400 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എടുത്തു. ലോകത്തിലെ എല്ലാ കമ്പനികളും ഇങ്ങോട്ട് വരികയാണ്. ഒപ്പം നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇപ്പൊ 2.5 വർഷം കൊണ്ട് 3.25 ലക്ഷം സംരംഭങ്ങൾ. അതിനകത്ത് 1,80,000 വനിതാ സംരംഭകർ, സ്ത്രീകൾ സംരംഭകരായി വരികയാണ്. നമ്മൾ വിചാരിച്ച നല്ല മാറ്റം. ഇപ്പൊ കോതമംഗലത്ത് എല്ലാ വീട്ടിൽ വേണമെങ്കിൽ ഒരു വാർഡിൽ ഒരു വീട്ടിൽ ഒരു സംരംഭം, അല്ലെങ്കിൽ ഒരു തൊഴിൽ. 20 ലക്ഷം തൊഴിൽ. ഗവൺമെന്റിന്റെ സംവിധാനം. തൊഴിലില്ലേ, നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ. BCom വീട്ടമ്മ, വീട്ടമ്മ, MA വീട്ടമ്മ ഇരിക്കുകയാണ്. ശരിക്കും കോതമംഗലം MA കോളേജിൽ നിന്ന് MCom പാസ്സായിട്ട് ഒരാൾ പുറത്തൊക്കെ ഇറങ്ങണേ സർക്കാരിന്റെ എത്ര പണം ജനങ്ങളുടെ എന്നിട്ട് ചമ്മന്തി അരച്ചും കുട്ടിയെ നോക്കി TV കണ്ടിരിക്കുകയാണെങ്കിൽ ഇക്കണോമിക്ക് എന്താ സംഭാവന? അവരുടെ കുഴപ്പമല്ല, നമ്മുടെ ഘടനയുടെ കുഴപ്പമാണ്. അതുകൊണ്ട് അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം, വീടിനടുത്ത് ജോലി ചെയ്യാം. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം. BCom കാരി നമ്മളൊന്ന് പൊടി തട്ടി സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ലോകത്തിലെ ഏത് കമ്പനി ടാക്സ് നോക്കി കൊടുക്കാം. വെറുതെ വീട്ടിൽ നോക്കി കൊടുത്താൽ മതി. ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിന് നമ്മളവരെ പ്രാപ്തമാക്കും. ആയിരക്കണക്കിന് സ്ത്രീകൾ ഇപ്പൊ കേരളത്തിൽ വീട്ടിലിരുന്നോ, വീടിനടുത്ത് കേന്ദ്രത്തിലിരുന്നോ അതേപോലെ ജോലി ചെയ്ത് 35,000 40,000 ശമ്പളം മാസം വാങ്ങിക്കുന്നുണ്ട്. ഒരു വാർഡിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സംരംഭം. എത്ര സംരംഭങ്ങളാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് ചിത്രലേഖ എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ എന്റെ മണ്ഡലത്തിൽ കൂണ് കൃഷി പഠിപ്പിക്കാൻ കൊണ്ടുപോകും. അവരാദ്യം കാണുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. സ്വന്തം വീട്ടില്ലാത്തതുകൊണ്ടല്ല, അതിൽ മുഴുവൻ കൂണ് കൃഷിയാണ്. എന്നിട്ട് വീട്ടിൽ മുഴുവൻ കൂണ് കൃഷി, താമസിക്കാൻ വാടക വീട്. അന്ന് ഞാൻ ചോദിച്ചപ്പോ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 1.25 ലക്ഷം വരുമാനം. വർഷമല്ല, മാസം. ഇപ്പൊ ഞാൻ വന്നപ്പോ എല്ലാ ചിത്രലേഖ എന്തായി, വീട് വാടക വീട്ടിലാണോ? അല്ല സാറേ, ഞാനത് വാങ്ങി. പിന്നെന്ത് വാങ്ങി? ഒരു കാറും വാങ്ങി. ഇപ്പൊ എത്രയുണ്ട്? അപ്പൊ ശരി, 2 ലക്ഷം മാസം. ഓരോ വീട്ടിലും ഓരോ സംരംഭം അല്ലെങ്കിൽ തൊഴിൽ. അതാണ് 20 ലക്ഷം തൊഴിൽ. ഗവൺമെന്റ് ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പരിമിതികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ മാധ്യമങ്ങൾ നമ്മളിലേക്ക് എത്തിക്കില്ല. വിവാദങ്ങൾ മാത്രമേ അവർ കൊണ്ടുവരികയുള്ളൂ. എന്നാൽ കുറച്ച് കുറവ് നമുക്കുണ്ടായി. പെൻഷൻ ഈ ഞെരുക്കം കാരണം കൃത്യമായി കൊടുക്കുന്നതിൽ കുറവുകളുണ്ടായി. നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറഞ്ഞു, സർക്കാർ ജീവനക്കാർക്ക് എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കും എല്ലാ മാസവും കൊടുക്കണം. ആ പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. ഈ മാസം കൊടുത്തിട്ട് എത്ര രൂപ? 1,600. ശരിക്കും ഞങ്ങൾ കരുതിയത് 2,500 രൂപ തരണം എന്നാണ്. അപ്പൊ ചിലർ കരുതും പാർട്ടി സമ്മേളനല്ലേ, മന്ത്രി വന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടാൻ 2,000 അല്ല. പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷൻ 2,500 ആക്കും. 2016 നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഇത്തിരി മാറി. 2016 നമ്മൾ പറഞ്ഞത് ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കുന്നു. പിണറായി വാക്കും തെറ്റി 1,600 ആക്കി. 1000 കൊടുക്കുന്നു പറഞ്ഞിട്ടാ ജനങ്ങളെ സമീപിച്ചത്, വോട്ട് വാങ്ങി അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ കാലാവധി പൂർത്തീകരിച്ചപ്പോ 1000 അല്ല 1,600 കൊടുത്തു. കഴിഞ്ഞ 2021 ഞങ്ങൾ പറഞ്ഞു 2,500 ആക്കും. ഇപ്പൊ ഒരു ഞെരുക്കം വന്നു. ആ ഞെരുക്കം വന്നപ്പോ വർദ്ധിപ്പിച്ചിട്ട് കൊടുക്കാതിരിക്കണോ, അതോ ഈ കേന്ദ്രത്തിന്റെ ഞെരുക്കമുള്ളപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി കൊടുക്കണോ? ഞങ്ങൾ 1,600 ആക്കിയത് ആരെങ്കിലും സമരം ചെയ്തിട്ടാന്ന്? കോൺഗ്രസ് സമരം ചെയ്ത പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം അവരെങ്ങനെ സമരം ചെയ്യും? ഈ 1,600 UDFന്റെ ആകെ സംഭാവന 100 രൂപ. അത് കൊടുത്തൂല്ല. BS ഗവൺമെന്റ് വന്നപ്പോഴാ അത് പിന്നെ ഞങ്ങള് നവകേരള യാത്ര നടത്തി. ചിലർ പറഞ്ഞു, അയ്യോ ഈ 1 കോടിയുടെ ബസ്സല്ലേ, ഈ പൈസ എടുത്ത് നിങ്ങൾക്ക് പെൻഷൻ കൊടുത്തൂടെ പാവങ്ങൾക്ക്? ഒരു മാസം പെൻഷൻ കൊടുക്കാൻ എത്ര രൂപ വേണമെങ്കിൽ ഒരു മാസം പെൻഷൻ കൊടുക്കാൻ? 1 കോടി മതിയോ? 900 കോടി രൂപ. ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലം ചെലവഴിച്ചത് ആകെ 8,000 കോടി. നമ്മൾ ഒരു മാസം ചെലവഴിക്കുന്നത് 900 കോടി. 60 ലക്ഷം ആളുകൾ, അവർക്കെല്ലാം പെൻഷൻ ആനുകൂല്യങ്ങൾ. ഇനി സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടാൽ പെൻഷനും വർദ്ധിപ്പിക്കും. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ജനങ്ങൾക്കൊപ്പം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച BJP പരാജയപ്പെടുത്തണം, വിശാലമായ ഏകോപനം, ഇടതുപക്ഷത്തെയും പാർട്ടിയെയും സ്വതന്ത്രമായ പങ്ക് വർദ്ധിപ്പിക്കുക. അതിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ആ കടമ പൂർണ്ണമായും നിർവഹിക്കാൻ കഴിഞ്ഞില്ല.
ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെയും പാർട്ടിയുടെയും കരുത്ത് വർദ്ധിപ്പിക്കേണ്ടത് അന്ന് രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചതിനേക്കാളും കൂടുതൽ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ പാർട്ടിക്കും ചരിത്രപരമായ സംഭാവന നൽകാനുണ്ട്. അതിന് കഴിയണമെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് യാഥാർത്ഥ്യം കൊണ്ടുവരണം. കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളാണ്. ഒരു നല്ല കാര്യവും ജനങ്ങളിലേക്ക് എത്തിക്കില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ ആരെങ്കിലുമാണ് ഈ കരുണാകരന്റെ ഭാര്യയെ പരാമർശിക്കുന്ന രൂപത്തിൽ ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എത്ര നാള് ചർച്ചയാകുമായിരുന്നു. പിന്നെ ഇന്നലെ സുധാകരൻ പറഞ്ഞില്ലേ, ബാബറി പള്ളി തകർത്തൊക്കെ ജാംബോന്റെ കാലത്തെ പ്രശ്നമല്ലേ എന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് സുധാകരൻ പറഞ്ഞ പോലെ ആരെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ചായക്കടയിൽ തുടങ്ങി ബസ്സിൽ, യാത്രയിൽ, ഹോട്ടലിലൊക്കെ മറുപടി പറഞ്ഞ് നമ്മൾ വിഷമിച്ചു പോകുമായിരുന്നില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ഇതടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ വീട്ടിലേക്കും സന്ദേശം എത്തിക്കുക. സാമൂഹ്യ മാധ്യമങ്ങൾ വർഗീയവാദികളും വലതുപക്ഷ ശക്തികളും തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകളെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം, സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൻ്റെത്. ആ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ നേരത്തെ ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പറഞ്ഞതുപോലെ കവളങ്ങാട് നല്ല രീതിയിൽ സംഘടിതമായി നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തി ഇനിയും കുതിക്കണമെങ്കിൽ ഈ പ്രചരണ ദൗത്യം കൂടി കുറെ കൂടി ശക്തമായി നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കവളങ്ങാട് ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.